എനിക്ക് ഇച്ചിരി വലിയവാൻ കൂടല, അതുകൊണ്ട് കുടുംബവും കൂട്ടമൊക്കെ സ്റ്റേഷന് പുറത്ത്. മനസ്സിലായോ? ക്രൈം സീനിൽ നിന്നുള്ള എവിഡൻസൊക്കെ തുണ്ട് റൂമിൽ വെച്ചിട്ടുണ്ട്. സാറ് കണ്ടിട്ട് കോടതിയോട്ട് അയക്കാമെന്ന് വെച്ചു. സാറേ അത് ലോക്കാ, സൈബറുകാരെ അറിയിച്ചിട്ടുണ്ട്. ഡെഡ് ബോഡി ആദ്യം കണ്ട തമിഴത്തിയെ കിട്ടിയോ? അത് സാർ ഇൻഫർമേഷൻ കിട്ടിയുടനെ പോലീസ് പാർട്ടി അവളുടെ വീട്ടിലെത്തിയതാണ്. പക്ഷെ നമ്മൾ എത്തുന്നതിന് 10 മിനിറ്റ് മുമ്പ് അവൾ മുങ്ങി. എന്നിട്ട് സാർ തമിഴത്തി അവളെ കാലത്തെ 8 മണിക്ക് സേലത്തേക്കുള്ള ബസ്സെ കയറ്റിവിട്ടെന്നാ അവളുടെ അയലോക്ക് താമസിക്കുന്ന ഓട്ടോ ഡ്രൈവർ മൊഴി നൽകിയത്. അപ്പോൾ തന്നെ വടക്കോട്ടുള്ള എല്ലാ സ്റ്റേഷനിലേക്കും നമ്മൾ മെസ്സേജ് പാസ് ചെയ്തു. അവളുടെ നാട്ടിൽ അന്വേഷിച്ചോ? അവിടെ സ്ക്വാഡ് വർക്ക് നടക്കുന്നുണ്ട്. പിന്നെ അവള് വീട്ടുകാരായിട്ട് അത്ര രസത്തിലല്ലെന്നാണ് കേട്ടത്. ഈ ഇൻഡർസ്റ്റേറ്റ് ബസ്സുകാരുടെയും അവിടുത്തെ ലോക്കൽ ഓട്ടോറിക്ഷക്കാരുടെയും വാട്സപ്പ് ഗ്രൂപ്പിലോട്ട് അവളുടെ ഫോട്ടോ ഒന്ന് ലീക്ക് ചെയ്ത് കൊടുക്കുക. സാർ ഒഫീഷ്യലായിട്ട് വേണ്ട, വേറെ ആരെങ്കിലും ചെയ്യുന്ന പോലെ മതി. അത് ഞാൻ ഏറ്റു സാർ. നമുക്കവളെ വൈറലാക്കാം സാർ. അങ്കമാലി മുതൽ എറണാകുളം KSRTC വരെ എത്ര CCTV ക്യാമറയുണ്ട്? 10-30 കാണും. 10-30? 30-ൽ കൂടുതൽ കാണും സാർ. എങ്കിൽ താനൊരു കാര്യം ചെയ്യും സാർ, നേരെ കമ്മീഷൻ ഓഫീസിലേക്ക് കിട്ടും. സാർ അവിടെ സകല CC ക്യാമറയുടെയും ബാക്കപ്പ് ഫയൽ ഉണ്ടാവും. ഈ തമിഴത്തി ബസ് കയറി അന്ന് മുതൽ ഇന്ന് വരെയുള്ള സകല മൂവ്മെൻറ്റ്സും ആ ഏരിയയിൽ റെക്കോർഡാക്കി കൊണ്ടുപോകാം സാർ. ഡീറ്റെയിൽ ആയിട്ട്. മരിച്ചതൊരു പോലീസുകാരനായതുകൊണ്ട് അന്വേഷണം അവിടെ നിന്ന് തുടങ്ങും. താനൊരു കാര്യം ചെയ്യും, അന്ന് നൈറ്റ് ഡ്യൂട്ടിക്കുണ്ടായിരുന്ന എല്ലാവരോടും വരാൻ പറ. ശരി സാർ. ഒരു ഈ മരിച്ചത് നമ്മുടെ കൂട്ടത്തിൽ ഒരാളായതുകൊണ്ട് നമ്മുടെ ഉത്തരവാദിത്തം കുറച്ചുകൂടി കൂടും, അല്ലേടോ? സാർ നമ്മുടെ വരുന്നത് സുജായസ്. കേട്ടില്ല സർ, സുജായസ്. സുജായസ്. സംഭവ ദിവസം സുജായസ് ഏത് ഡ്യൂട്ടിയിലായിരുന്നു? സർ, നൈറ്റായിരുന്നു. അപ്പോൾ താനാണ് ബിനു അലക്സിനെ അവസാനമായി കണ്ടത്? അല്ല സർ, ഞാനല്ല. എന്ന് വെച്ചാൽ താൻ കണ്ടതിന് ശേഷം വേറെ ആരാ കണ്ടു? അതാരാ? എനിക്കറിയത്തില്ല സർ. സുജ കൺഫ്യൂഷനായി. സുജയല്ല അവസാനമായി കണ്ടതെന്ന് മനസ്സിലായി. അപ്പോൾ വേറൊരാൾ കണ്ടിട്ടുണ്ട്. അതാരാന്നറിയോ? സർ, എനിക്കറിയത്തില്ല. പോട്ടെ. CI ബിനു അലക്സിനെ അവസാനമായിട്ട് കണ്ടത് എത്ര മണിക്ക്? മരിച്ചുപോയ CI ബിനു അലക്സിനെ അവസാനമായി സുജായസ് കണ്ടത് എത്ര മണിക്ക്? നീ നാടകം കളിക്കാണോ? എന്താടി CI ബിനു അലക്സും നീ തമ്മിലുള്ള ഇടപാട് പറ.
ഞങ്ങളുടെ നാട്ടിൽ ചിലപ്പോൾ ചില വാട്ടുകപ്പ് കിട്ടും. തലേ ദിവസം വെള്ളത്തിലിട്ടാലും വേകാത്തത്. കടിച്ചാൽ കടിക്കുന്നതിൻ്റെ പല്ലു പോവും. ആചാര്യാനോ CI. മനസാക്ഷിയില്ലാത്ത മനുഷ്യൻ. അയാൾ എന്നോട് ചോദിക്കുക, കൊച്ചു ബോധം കിട്ടി വീണത് വിനുസാറിൻ്റെ മരണമായിട്ട് ബന്ധമുള്ളതുകൊണ്ടല്ലേ. എങ്ങനെയുണ്ട്? ഞാൻ പറഞ്ഞ കൂട്ടത്തിൽ ഒരാൾ ചത്തുമരിച്ച് കിടക്കുന്നത് കണ്ടതിൻ്റെ സങ്കടം കൊണ്ടാണ്. 3-4 ദിവസമായിട്ട് കൊച്ചിന് പനിയുണ്ടായിരുന്നോട് പറഞ്ഞപ്പോഴാണ് അയാളൊന്ന് ഇറങ്ങിയത്. ഞാനന്ന് ഇറങ്ങിയേക്കാം. എന്തായാലും കൊച്ചൊന്ന് സൂക്ഷിച്ചേരെ. നല്ല പനിയാ, ചൂടുണ്ട്. ഡോക്ടർ വരും. ഡോക്ടർ വരും. സാറ് കണ്ടോളൂ സാർ. സാർ വഴി പ്ലീസ്. സാർ താങ്ക് യു സാർ. സർ എന്തിനു കൊന്നു? അതാണ് നമ്മൾ പോലീസുകാർക്ക് അറിയേണ്ടത്, അല്ലേ? കൂട്ടത്തിലൊരാൾ മരിച്ചാൽ ആർക്കായാലും വേദനിക്കും. സുജായസിൻ്റെ കാര്യത്തിൽ പ്രത്യേകിച്ചും. ഈ ട്രാഫിക്കിൽ 3 വർഷം തികയുന്നതിന് മുമ്പ് സ്റ്റേഷൻ ഡ്യൂട്ടി വാങ്ങി തന്നത് ബിനു അലക്സാ, അല്ലേ? അന്ന് രാത്രി ബിനു അലക്സിനെ കാണാൻ ആരോ വന്നിരുന്നു സ്പെഷ്യലായിട്ട്. അതാരാ? സർ, അങ്ങനെ ആരും. അതും പോട്ടെ. അന്ന് ബിനു അലക്സ് സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങിയ തുടങ്ങിയ സാറേ, അത് എടോ സുജായസെ, ഞാൻ എവറസ്റ്റ് കൊടുമുടിയുടെ ഹൈറ്റ് എത്രയെന്നല്ല തന്നോട് ചോദിച്ചത്. തൻ്റെ ഡ്യൂട്ടി സമയത്ത് സിമ്പിൾ കാര്യങ്ങളാണ്. താൻ ഡ്യൂട്ടി സമയത്ത് ഉറങ്ങാറുണ്ടോ? ഇല്ല സാറേ.